ലൂക്കാ എഴുതിയ സുവിശേഷത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? ലൂക്കാ അധ്യായം 24 വാക്യം 26 നാം ഇത് വായിക്കുക. ഇതിൻ്റെ പശ്ചാത്തലം ഇതാണ്: യേശുവിൻ്റെ മരണത്തിന് ശേഷം പുനരുത്ഥാനം ചെയ്തുവെന്നറിഞ്ഞിട്ടും വിശ്വസിക്കാതെ സകല സ്വപ്നങ്ങളും തകർന്ന് നിരാശരായി എമ്മാവുസിലേക്ക് പോകുന്ന ശിഷ്യന്മാരുടെ കൂടെ നടന്ന് യേശു അവരോട് സംസാരിക്കുന്നു. അവർ യേശുവിനെ മനസ്സിലാക്കുന്നില്ല. യേശു തൻ്റെ മരണവും പുനരുത്ഥാനവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അവരെ വ്യക്തമാക്കുന്നു. പീഡകൾ സഹിച്ച് സഹനത്തിൻ്റെ മൂർധന്യാവസ്ഥയിലാണ് യേശു കുരിശിൽ മരിക്കുന്നത്. അത് പഴയ നിയമത്തിൽ പ്രവാചകന്മാർ എഴുതി വച്ചിരിക്കുന്നത് പോലെ തന്നെയായിരുന്നു. എല്ലാം മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിരുന്നതാണ്. അതിനുശേഷം മരണത്തിന് ശേഷം പുനരുത്ഥാനം. യേശു 3 പ്രാവശ്യം തൻ്റെ ശിഷ്യർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു: നമ്മളിതാ ജെറൂസലേമിലേക്ക് പോകുന്നു, അവിടെ മനുഷ്യപുത്രൻ പീഡിപ്പിക്കപ്പെടും, പലവിധത്തിലുള്ള വേദനകൾ സഹിച്ച് അവൻ മരിക്കും കുരിശിൽ. പക്ഷെ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. ശിഷ്യർക്കത് മനസ്സിലായില്ല. സഹനത്വവും മഹത്വവും തമ്മിലുള്ള ബന്ധം അവർക്കറിയില്ലായിരുന്നു. ഇപ്പോൾ അവരുടെ മുമ്പിൽ പുനരുത്ഥിതനായി നിൽക്കുന്ന യേശു അവരോട് സംസാരിക്കുന്നു. അവരുടെ മനക്കണ്ണുകൾ തുറക്കുന്നു. അവർ യേശുവിനെ തിരിച്ചറിയുന്നു. സഹനമില്ലാതെ മഹത്വമില്ല. ഈ സത്യം അവർ മനസ്സിലാക്കി.